നമസ്കാരം. ദേവി ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. ദേവിയെ ആരാധിക്കുന്നതിൻ്റെ ആവശ്യം എന്തൊക്കെയാണ്, ഭഗവതിയെ ആരാധിച്ചാലുള്ള ഗുണങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ടും വളരെ സിമ്പിളായിട്ട് ദേവിയെ ആരാധിക്കാം, ദേവി ആരാധനയുടെ ഗുണങ്ങൾ, അങ്ങനെ ഭക്തിയെക്കുറിച്ച് കുറച്ച് അറിവുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭഗവതിയുടെ കാര്യം പറഞ്ഞാൽ ഭഗവതിയെ നമ്മൾ ശക്തിയായിട്ട് കാണുന്നുണ്ട്. ദേവി എന്നത് ശക്തി സങ്കല്പം തന്നെയാണ്. ഭഗവാൻ ശിവൻ്റെ ശക്തിയാണ് ഭഗവതി. നമ്മളുടെ ഒരു ജീവാത്മാക്കളുടെ ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശക്തിയില്ലാതെ നമുക്ക് നിലനിൽപ്പേ ഇല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ ദേവി ആരാധനയുടെ വീഡിയോയിൽ ഒരു 1-2 മാസം മുന്നേ ഉള്ളതായിരിക്കണം, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ശക്തിയെ പറ്റിയിട്ട്, ദേവി ആരാധനയെ പറ്റിയിട്ട്. അപ്പോൾ നമുക്കിന്ന് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാൻ കഴിയുന്നതും ആ ശക്തിയും ഭഗവതി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവതി ഉണ്ട്, ആദിപരാശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കുള്ള ആ ശക്തി എന്നത്. നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നതും, നമുക്കൊരു സാധനം കയ്യിൽ പിടിച്ച് മുറുകെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നതും, നമുക്ക് നടക്കാനുള്ള ശക്തി, ചിന്തിക്കാനുള്ള ശക്തി, അതായത് ദേവിയാണ് വിവിധ രൂപത്തിൽ നമ്മുടെ ശരീരങ്ങളിൽ അവയവങ്ങളായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ടും വർത്തിക്കുന്നത് ദേവി തന്നെയാണ്. നമ്മുടെ ചിന്താശക്തി, നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ ശക്തി ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധിശക്തി, നമ്മുടെ ബുദ്ധിയായും ചിന്തയായും നമ്മുടെ ബലമായും എല്ലാം ഭഗവതി തന്നെയാണ്. അതുകൊണ്ട് ദേവി ആരാധന എന്നത് നമുക്ക് കൂടുതൽ ശക്തി കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് ജീവിതത്തിൽ ബലഹീനരായി പോയി എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. എപ്പോഴും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തികൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, മറ്റൊന്ന് ശരീരത്തിന് ശക്തിയില്ലാതെ വരുമ്പോൾ, വാർദ്ധക്യത്തിൽ പലതരം അസുഖങ്ങൾ വന്നിട്ട് അത് ചെറുപ്പക്കാരാണെങ്കിൽ പോലും ആ ബലഹീനത ചിലർക്കത് മനസ്സിലായിരിക്കും. മനസ്സിന് ബലമില്ലാതായി പോവുക, ശക്തിയില്ലാതായി പോവുക, അതുപോലെ ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഇല്ലാതായി തീരുക. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡേഴ്സ് ഉള്ളവർ, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളവർ. ശരിക്കും നെർവസ് സിസ്റ്റത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ബ്രെയിനിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് ബലഹീനരാക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ദേവി ആരാധന ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദേവി ആരാധനയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹം എന്നത് ശക്തി തന്നെയാണ്. അപ്പോൾ ഇത് വീഡിയോ ഇപ്പോൾ കാണുന്നത് നല്ല ആരോഗ്യമൊക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നല്ല കുടുംബസുഖമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ പോസ്റ്റുകളിൽ, അതായത് പ്രബലമായിട്ടുള്ള പോസ്റ്റുകളിൽ ശക്തനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ബലഹീനത അനുഭവപ്പെടുന്നുണ്ടാകാം. അപ്പോൾ എവിടെയാണോ ആ ബലഹീനത അനുഭവപ്പെടുന്നത്, നിങ്ങളുടെ ബന്ധങ്ങളിലാണോ ആ ഉറപ്പില്ലാത്തത്, ശക്തിയില്ലാത്ത ബന്ധങ്ങളാണോ, അതുപോലെ നിങ്ങളുടെ അസുഖങ്ങൾ, അതായത് ഓരോന്നും ശക്തിയാണ്. അതായത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതുപോലെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്, ആ ബലവും ഭഗവതി തന്നെയാണ്. ഭഗവതിയുടെ ശക്തി കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭൂമിയിലേക്കെല്ലാം എല്ലാ വസ്തുക്കളും മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്നതും എല്ലാം ശക്തി തന്നെയാണ്. എവിടെയൊക്കെ ബലം, ശക്തി എന്ന വാക്ക് വരുന്നുണ്ടോ അവിടെ ഭഗവതിയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ട് എന്നുള്ളത്. ശ്വാസം എടുക്കാൻ കഴിയുക എന്നത് നമുക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ്. അതിനെ മലിനമായിട്ടുള്ള വായുവിനെ പുറന്തള്ളാനുള്ള ഒരു ശക്തി, അതും ശക്തി തന്നെയാണ് തരുന്നത്. അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോധം വരും, എൻ്റെ ഉള്ളിൽ ശക്തിയുണ്ട് എന്നത്. അതായത് പലപ്പോഴും നമ്മൾ പുറമെ അന്വേഷിക്കുകയാണ്, ശക്തിയെ നമ്മൾ പുറമെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം. നമ്മൾ ആരാധന ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഭഗവതിയെ അമ്മയായിട്ട് കണ്ടിട്ട് തന്നെ ആരാധിക്കണം. ശക്തിയായിട്ട് കണ്ടിട്ട് നമ്മൾ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് അമ്മയായിട്ട് കണ്ടിട്ടാണ്. അവിടെയാണെങ്കിൽ നമുക്ക് ആ ഒരു അറിഞ്ഞോ അറിയാതെ വരുന്ന തെറ്റുകൾ ക്ഷമിച്ചു തരും. അതുപോലെ നമുക്കും നമ്മുടെ ബാല്യകാലത്ത് അമ്മയോട് നമ്മൾ എങ്ങനെ ഇരുന്നു അതുപോലെ ഭഗവതിയുടെ മുന്നിൽ നമുക്കിരിക്കാൻ കഴിയുന്നതാണ്. അതായത് ബാല്യകാലത്ത് അമ്മ നമ്മൾ എവിടെയും കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല, എവിടെ പോകുന്നു, ഇന്ന് രാത്രി നമ്മൾ അവിടെ തങ്ങുമോ, എനിക്ക് ഇടാനുള്ള വസ്ത്രങ്ങളുണ്ടോ,
എനിക്ക് വിശന്നാൽ എവിടെ നിന്ന് ആഹാരം കിട്ടും, ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല. അമ്മ പോകുമ്പോൾ കൂടെ കൈപിടിച്ച് പോകുന്നു. നമുക്ക് ഉറപ്പാണ് നമ്മുടെ കാര്യം, നമ്മുടെ സുരക്ഷ, നമ്മുടെ വിശപ്പ്, എല്ലാത്തിനുമുള്ള പരിഹാരം എല്ലാം സുരക്ഷിതമാണ് അമ്മയുടെ കൈകളിൽ നിന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ബുദ്ധി അധികം പ്രവർത്തിക്കാത്ത സമയത്ത് ഈ അമ്മയിലുണ്ടായിരുന്നു. നമുക്ക് വലുതാവുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങുന്നത് പല കാര്യങ്ങളും. എവിടെ പോകുന്നു, ഇത്ര മണിക്ക് തിരിച്ചു വരണം, എനിക്ക് ട്യൂഷനുണ്ട്, എനിക്ക് ക്ലാസ്സുണ്ട്, അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങുന്നത് നമുക്ക് ബുദ്ധി വയ്ക്കുമ്പോഴാണ്. പക്ഷെ നമ്മുടെ ആ ഒരു ബാല്യാവസ്ഥയിൽ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ അമ്മയെ സമീപിക്കാനും. അതായത് നമ്മൾ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞാണ് അമ്മയുടെ മുന്നിൽ എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ ബുദ്ധിമാന്മാരായിട്ട്, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളായിരിക്കാം, ഒരുപാട് മന്ത്രജപങ്ങളും ഒക്കെ ചൊല്ലുന്ന ആളുമായിരിക്കാം. എന്നാലും പറയുകയാണ്, നമ്മൾ അമ്മയുടെ മുന്നിൽ നിഷ്കളങ്കരായിട്ടിരിക്കുക. അമ്മ വാരിക്കോരി തരും. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങൾ നിസ്സഹായരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഭഗവതിയുടെ അനുഗ്രഹം വീട്ടിലിരുന്നും നേടാവുന്നതാണ്. ഈ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ ഒരു ലോജിക്കൽ തിങ്കിങ്, നമ്മുടെ ആ ഒരു ലീനിയർ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ചിന്താശക്തി ഒന്ന് സൈഡിലോട്ട് മാറ്റിവെക്കുക. നമ്മളെ ഒഴിഞ്ഞൊരു പാത്രം പോലെ സങ്കല്പിക്കുക, അങ്ങനെ ആക്കി മാറ്റുക. എന്നിട്ട് അമ്മയെ സമീപിക്കുക. അമ്മ എന്താണോ തരുന്നത് അത് ഞാൻ സ്വീകരിക്കും. അത് ദുഃഖമായാലും സന്തോഷമായാലും സങ്കടമായാലും എന്തായാലും ഞാൻ സ്വീകരിക്കും. കാരണം ഇത് രണ്ടും അനുഭവിക്കാനുള്ള ശക്തി എനിക്ക് തരേണ്ടത് അമ്മ തന്നെയാണ്. എന്നെ കൈപിടിച്ച് നടത്തേണ്ടതും എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് ശക്തിയായിട്ട്, എൻ്റെ മനോബലമായിട്ട്, എൻ്റെ ആത്മധൈര്യമായിട്ട്, എൻ്റെ ശരീരത്തിൻ്റെ ശക്തിയായിട്ട് കൂടെ ഉണ്ടാവേണ്ടത് അമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ടൊക്കെ ഭഗവതിയുടെ ഭക്തിയിലേക്ക് വരുന്നവർക്ക് ഒരുപാട് വെല്ലുവിളികളും ഉണ്ടാകാറുണ്ട്. വളരെയധികം പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവതയാണ് ഭഗവതി എന്നത്. ദേവി ആരാധനയിൽ വളരെ എളുപ്പമാണ്. ശരണാഗതരായിട്ടിരിക്കുകയേ വേണ്ടൂ. ആ പാദങ്ങളിൽ നമ്മളെ സമർപ്പിക്കുക എന്നൊരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. പെട്ടെന്നാണ് ഫലങ്ങൾ ലഭിക്കുന്നത്. അതിന് നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് മന്ത്രം ലഭിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. നിങ്ങൾ വീട്ടിൽ യഥാവിധി പൂജാകാര്യങ്ങൾ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ വീട്ടിൽ ഒരു പൂജാരിയെ വിളിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യിക്കണമെന്നോ, പൂജാതി കർമ്മങ്ങൾ ചെയ്യിക്കണമെന്നോ ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സ് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഭഗവതിയെ അറിയാനും, അതുപോലെ ഭഗവതി ഒരുപാട് അനുഭവങ്ങളും തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക്, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ, നിരാലംബരാണെന്ന് വിശ്വസിക്കുന്നവർ, അത് വിശ്വസിക്കുന്നത് തെറ്റാണ്. നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ, എൻ്റെ ഉള്ളിൽ തന്നെ ആ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയാത്തവരാണ് നിരാലംബരാണ്, എനിക്ക് ആരുമില്ല എന്ന് വിശ്വസിക്കുന്നത്. ആ ഒരു ശക്തിയെ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് അറിയേണ്ടതുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം അതിൻ്റെ റിയലൈസേഷൻ സംഭവിക്കുകയുമില്ല. നമ്മുടെ ഈ ഒരു ജന്മത്തിൽ നമ്മുടെ ഒരു ശ്രമമായിരിക്കണം ആ ശക്തിയെ തിരിച്ചറിയാനുള്ള നമ്മുടെ ഒരു കർമ്മങ്ങൾ എന്നത്. അതിനുവേണ്ടി ഭഗവതിയെ തന്നെ ധ്യാനിച്ചിരിക്കേണ്ടി വരും. പൊതുവെയുള്ള നമ്മുടെ ആ ഒരു ദിനചര്യയിൽ നമ്മൾ ഇരിക്കുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴും എല്ലാം ഒരു മനസ്സിൽ ഈ ഭഗവതിയുടെ രൂപങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്തോത്രങ്ങളും മന്ത്രങ്ങളും എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് പറഞ്ഞു കിട്ടിയത് എന്ന് വെച്ചാൽ, അമ്മേ നാരായണ, ദേവി നാരായണ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഓം ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമ ശിവ ധാത്രി സ്വഹ സ്വധാ നമോസ്തുതേ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഓം ദും ദുർഗായ നമ എന്നുള്ള മന്ത്രമായാലും എന്താണ് നിങ്ങൾക്ക്, പൊതുവെ നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ അത് ഭഗവതി ആയിരിക്കണം. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കണ്ണുകൾ തുറക്കുമ്പോഴും കണ്ണുകൾ അടച്ചു കഴിഞ്ഞാലും, അതായത് നിങ്ങൾ കുറേയൊക്കെ അന്തർമുഖരായിട്ടിരിക്കാനും പഠിക്കണം. ദേവിയുടെ ആ ഒരു, നിങ്ങൾ ബലഹീനരാണെങ്കിൽ, അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, മാരീഡ് ലൈഫിലാണെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിലും, എന്താണ് നിങ്ങളുടെ ആ ഒരു വലിയ പ്രശ്നം, കടമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, ജോലിയുടെ പ്രശ്നമാണോ, നിങ്ങൾ കുറേയൊക്കെ അന്തർമുഖന്മാരായിരിക്കാൻ പഠിക്കേണ്ടതാണ്. അന്തർമുഖന്മാർക്ക് ആണ് എന്നെ എളുപ്പത്തിൽ ലഭിക്കുക, ബഹിർമുഖരായിട്ടുള്ളവർക്ക് അത്ര എളുപ്പമല്ല എന്നെ പ്രാപിക്കാൻ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തർമുഖനായിട്ടിരിക്കേണ്ടത് നമ്മുടെ ഭക്തിക്ക് വലിയ ആവശ്യമാണ്. നിങ്ങൾക്ക്, അതായത് ആവശ്യങ്ങൾ നിറവേറ്റാൻ ദേവി ആരാധനയെ കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ. അതായത് നമ്മുടെ ഈ ജീവിതത്തിലെ ആഗ്രഹ പൂർത്തീകരണത്തിന്, ലളിത ത്രിപുര സുന്ദരി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി
ദേവിയെ ഭഗവതിയെ ആരാധിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിക്കണം. ലളിതാ സഹസ്രനാമത്തിലെ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് പുറമേ നമ്മൾ മറ്റുള്ളവരുടെ ഒരു കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്ന പോലെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഉള്ളിൽ വയ്ക്കാൻ പഠിക്കണം. ഒന്നാമത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നുണ്ട്, അധ്വാനിക്കുന്നതിനനുസരിച്ചിട്ട് ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് വേണ്ടത്ര ഒരു സുഖമില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ, ജോലിയുടെ കാര്യം, പിന്നെ ഏറ്റവും വലുതായിട്ട് ആരോഗ്യം എന്നത്, അസുഖങ്ങൾ എന്നത്. അപ്പോൾ നമ്മൾ ദേവിയുടെ ആരാധനയൊക്കെ ചെയ്യുമ്പോൾ അത് കൊട്ടിഘോഷിക്കരുത്. ഇത് ശരിക്കും വളരെ സീക്രട്ടായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ഞാൻ ദേവീക്ഷേത്രത്തിൽ പോകുന്നു എന്നോ അല്ലെങ്കിൽ വീട്ടിൽ ആരാധന ചെയ്യുന്നുണ്ട് എന്നോ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് നമ്മുടെ അനുഭവങ്ങളൊന്നും പറയരുത്. നമ്മൾ ദേവിയെ ധ്യാനിച്ച് അങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ മാനസപൂജയൊക്കെ ചെയ്യുമ്പോൾ, മാനസപൂജ ഞാൻ നവരാത്രിയോടനുബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ മാനസപൂജ ചെയ്യാമെന്ന്. അതുകൂടാതെ എൻ്റെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള എൻ്റെ പേരിലുള്ള ചാനലിലും മാനസപൂജയെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു, ദേവിയുടെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു, ദേവിയുടെ പാദങ്ങളിൽ എന്താ പറയുക കുങ്കുമ നിറം ചാലിച്ചു കൊടുക്കുന്നു, ദേവിക്ക് പാദസരങ്ങൾ അണിയിച്ചു കൊടുക്കുന്നു, പലതരത്തിൽ ദേവിയെ അഭിഷേകം ചെയ്യുന്നു, പലതരത്തിൽ നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചിട്ട് ദേവിയെ ആരാധിക്കാവുന്നതാണ്. മാനസപൂജ കണ്ണടച്ചിരുന്ന് ദേവി വന്നിട്ട് ഇരിക്കുന്നത് പോലെ സങ്കല്പിച്ചിട്ട് നമ്മൾ എല്ലാം ഒരുക്കുകയാണ് ഭഗവതി. പിന്നെ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങൾ കൊടുക്കുന്നു, ഭഗവതിക്ക് നമ്മൾ കൈകൊണ്ട് വാരി കൊടുക്കുന്നത് പോലെ. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ, ഒരു സമയം വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഗുണം ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ദേവി തരാൻ തുടങ്ങും. സ്വപ്നത്തിലൂടെ പലതരത്തിൽ സ്വപ്ന ദർശനങ്ങൾ തന്നിട്ട്, അത് ശരിക്കും ദേവീദേവതമാർ ഭഗവാനും ഒക്കെ സ്വപ്നത്തിൽ വരുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ വരുന്നത് തന്നെയാണ്, അത് മായയല്ല. മായ എന്നത് നമ്മൾ ഈ ഒരു ആത്മാവിന് ഇവിടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ് മായ. അതായത് നമ്മളുടെ ജീവിത പങ്കാളി, മക്കൾ, നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു, ഈ ബന്ധങ്ങൾ എന്നത് പല പ്രാരാബ്ധങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചതാണ്. ആ പ്രാരാബ്ധം മുഴുമിപ്പിക്കേണ്ട ഒരു കർത്തവ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ദേവീദേവതമാർ സ്വപ്നങ്ങളിൽ വരുമ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പറയുന്ന ബന്ധുക്കളും ആൾക്കാരും ഒക്കെ നമ്മുടെ സ്വപ്നത്തിൽ വരുമ്പോഴും അത് മായ തന്നെയാണ്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളൊന്നും ആരോടും പറയരുത്. മാത്രമല്ല, നിങ്ങൾ കൂടുതൽ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ, അതായത് അമ്മയെ ധ്യാനിച്ചിരിക്കുമ്പോൾ, ഞാനൊരു മന്ത്ര ഉച്ചാരണം കൊണ്ട് ധ്യാനം ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ഞാനൊരു ഗുരുവല്ല, അതുപോലെ നിഷ്ഠകളും ചിട്ടകളും പറഞ്ഞു തരാനും ഞാനൊരു ഗുരുവല്ല. പക്ഷെ വീട്ടിലിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ മാനസ പൂജ ചെയ്ത്, അതായത് നമ്മൾ ദേവിയെ സാരി ഉടുത്ത് അണിയിപ്പിച്ചൊരുക്കുകയാണ്, മുല്ലപ്പൂ ചൂടിക്കൊടുക്കുകയാണ്, ദേവിക്ക് സുഗന്ധദ്രവ്യങ്ങൾ ചാർത്തിക്കൊടുക്കുകയാണ്, കുങ്കുമം, മഞ്ഞൾ, അങ്ങനെയുള്ള നമ്മൾ അലങ്കരിക്കുകയാണ് ഭഗവതിയെ. വളകൾ, നമ്മുടെ ഒരു സങ്കല്പമുള്ളൊരു സ്ത്രീയെ എങ്ങനെയാണ് അണിയിച്ചൊരുക്കുന്നത്, വളകളും പാദസരവും എല്ലാം ഭഗവതി അങ്ങനെ ചാർത്തി വളരെയധികം നമ്മൾ തന്നെ ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അനുഭവിച്ച ആനന്ദവും ആരോടും പറയരുത്. ഇതിൻ്റെ ഫലമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പലതരത്തിൽ അനുഭവങ്ങൾ വരാൻ തുടങ്ങും. ഈ അനുഭവങ്ങളും ആരോടും പറയരുത്. അത് ദേവിയും ഭഗവതിയും ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ചിന്തയുള്ള ഒരു ഭക്തനോ ഭക്തയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു തരത്തിലും ഈ ദേവിയെ ഭഗവതിയെപ്പറ്റി എന്താ പറയുക, ഇങ്ങനെ ഇൻസൾട്ട് വിചാരിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഭക്തനെ പറ്റിയും, ഒരു ഭക്തൻ പറയുകയാണ് അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന മന്ത്രം തന്നു. മന്ത്രങ്ങളൊക്കെ തരും ഭഗവതി സ്വപ്നത്തിൽ വന്നിട്ട്. എന്നെ ഒരുപാട് നമ്മൾ ആരാധിക്കുമ്പോൾ ഭഗവതി സ്വയം വന്നിട്ട് മന്ത്രങ്ങൾ തരും നമുക്ക്. ഈ ഒരു മന്ത്രം നിനക്കിനി ജപിക്കാവുന്നതാണ്. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിലെയോ ലളിതാ സഹസ്രനാമത്തിലെയോ ഒക്കെ 1-2 വരികളായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു പേരായിരിക്കാം. ആ പേര് എന്നെ ജപിച്ച് എന്നെ ഭജിച്ചോളൂ. ഇങ്ങനെ പല അനുഭവങ്ങളും വരും. അപ്പോൾ ഇത് നമ്മൾ മറ്റൊരാളോട് ഇത്ര വലിയ വിശ്വാസവും അല്ലെങ്കിൽ ചെറിയ തോതിൽ ഭക്തരൊക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ടും സമർപ്പണ മനോഭാവം ഇല്ലാത്ത ആൾക്കാരോട്, നല്ല വിശ്വാസികളല്ലാത്തവരോട്, അത് കുടുംബക്കാരാണെങ്കിൽ പോലും അവരോടൊക്കെ പറയുമ്പോൾ അവർ മനസ്സിലെങ്കിലും വിചാരിക്കും, നമ്മളോട് പറയില്ലെങ്കിലും അവർ മനസ്സിലെങ്കിലും വിചാരിക്കും, മനുഷ്യൻ എന്തോ ഭ്രാന്ത് പിടിച്ചു എന്ന് തോന്നുന്നു, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, മന്ത്രം ലഭിക്കുമെന്നോ, അല്ലെങ്കിൽ ഭഗവതി സ്വപ്നത്തിൽ വന്ന് ഇന്നത് കാണിച്ചു കൊടുത്തു എന്നോ,
അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ചിന്ത പോലും നമ്മുടെ ആരാധ്യ ദൈവത്തിന് അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കുന്ന ഭഗവതിക്ക് അതൊരു ഇൻസൾട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറയരുത് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങളെപ്പോലെ ഭക്തിയുള്ള ഒരാളോട്. അതായത് മനസ്സിൽ പോലും ആ ഭഗവതിയെ നിന്ദിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് പോലെ അതേപോലെ കരച്ചിൽ വരുന്ന, അതായത് ആ ഭക്തി കൊണ്ടുള്ള കണ്ണീര് വരുന്ന ഒരാളോട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതായത് രണ്ടുപേർക്കും പറയാനുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും പറയുമ്പോഴും മൂന്നാമതൊരാൾ ഇതുമായിട്ട് ബന്ധമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിലേക്ക് എത്താത്ത ഒരു ഭക്തൻ്റെയോ ഭക്തിയുടെ മുന്നിൽ നിന്ന് പറയാതിരിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അനുഭവങ്ങൾ തരും. പെട്ടെന്നാണ് ഭഗവതി അനുഗ്രഹങ്ങൾ തരുന്നത്. പിന്നെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, ദേവി ആരാധന തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ശരിക്കും ഒരു ആഗ്രഹവും ഇല്ലാതെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അമ്മയെ അറിയണം, അമ്മയുടെ സ്നേഹം വേണം, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത് അമ്മ അറിയുകയും വേണം, അമ്മയുടെ സ്നേഹവും വേണം എന്ന് വിചാരിച്ച് ഭക്തിയോടുകൂടി അമ്മയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒന്നും ആവശ്യപ്പെടാത്തവരുണ്ട്. വളരെയധികം വൈരാഗിയായി വിരക്തരായിട്ടിരുന്ന് ആരാധനകൾ ചെയ്യുന്നവരുണ്ട്. അത് ഒരു ലെവലിലുള്ള ഭക്തിയാണ്. ഒന്നും ആവശ്യപ്പെടാതെ, നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഭഗവതി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിത്തരും. നമുക്ക് ശക്തിയും ബലവും എല്ലാം തരും. മറ്റൊന്ന്, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ ധാർമ്മികതയോടുകൂടി ജോലി ചെയ്യുന്നവരാണെങ്കിൽ, കുടുംബമൊക്കെ നന്നായി നോക്കുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവതിയോട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മയെപ്പോലെ കാണണമെന്നത്, അമ്മയോട് നമ്മൾ വളരെ നിഷ്കളങ്കരായിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ അമ്മ നമ്മളെയും കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ പൈസയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്രയും സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്നൊന്നും ആലോചിക്കാതെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യം വളരെ കുഞ്ഞാകുമ്പോൾ പറയുന്നത്. അതായത് എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്ന ഉടുപ്പ് വേണം, അല്ലെങ്കിൽ ഇന്ന വീട്ടിലെ കുട്ടി ഇട്ടതുപോലത്തത് വേണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾ നമ്മൾ നമ്മുടെ അമ്മമാരോട് പറയാറുണ്ട്. കാരണം നമുക്കതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊന്നും അറിയില്ല. അമ്മയുടെ കയ്യിൽ പൈസയുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അമ്മ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ പോകുന്നത്, അതായത് എവിടേക്ക് പോകുന്നു എന്ന് നമുക്കറിയില്ല. ആ ഒരു രീതിയിൽ നമ്മൾ നിഷ്കളങ്കരായിട്ട് അമ്മയോട് പറയുമ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നത് പോലെയാണ് ഭഗവതിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്നേഹം, എത്രമാത്രം സ്നേഹം സമർപ്പണമാണ് ഭഗവതിയോട് നിങ്ങൾ കാണിക്കുന്നത്, അതിന് ഇരട്ടിയായിട്ടാണ് അമ്മ തരുന്നത്. ഇവിടെ ഇതുതന്നെയാണ് കണ്ടീഷൻ. നിങ്ങൾ ആ സമർപ്പണ ഭാവം മുഴുവനും അമ്മയോടായിരിക്കണം. ഭാര്യ, ഭർത്താവ്, മക്കൾ, അതുപോലെ മാതാപിതാക്കൾ, ഇവരോടൊക്കെയുള്ള കർത്തവ്യങ്ങൾ നിങ്ങൾ ശരിക്കും ചെയ്യുക. എന്താണ് നിങ്ങളുടെ കർത്തവ്യം അത് ചെയ്യുക. അതിനുശേഷം ആണ് നമ്മൾ പൂജാ പ്രാർത്ഥനകളിലേക്ക് തിരിയേണ്ടത് തന്നെ. കാരണം ആ കർത്തവ്യങ്ങൾ ആദ്യം ചെയ്യണം. കർമ്മങ്ങൾ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യണം. അല്ലാതെ നമ്മൾ രാവിലെ ദേവി ആരാധന, മാനസപൂജ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാതെ, അതുപോലെ പുരുഷന്മാരാണെങ്കിൽ 40 ദിവസത്തെ ആരാധനയ്ക്ക് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ സംരക്ഷകൻ ആരാണ്? നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഏത് ഭക്തിയിലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് യഥാവിധി നടത്തിത്തരുന്നത് നിങ്ങൾ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോഴാണ്. പിന്നെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ, ഈ ഒരുപാട് മോഹം, അതായത് എൻ്റേതാണ്, എൻ്റെ മകനാണ്, ഇവനില്ലാതെ എനിക്ക് പറ്റില്ല, ഈ ലോകത്തിൽ ഇവൻ തന്നെയാണ് എന്നെ ഏറെ സ്നേഹിക്കുന്നത്, ഇതുപോലെ എന്നെ സ്നേഹിച്ച ഒരു വ്യക്തിബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ പ്രയോറിറ്റി വ്യക്തികൾക്ക് കൊടുക്കരുത്. ഈ പറഞ്ഞ അതേ വാക്കുകൾ ഭഗവതിക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ഭഗവതി നിങ്ങളോട് പ്രസാദിക്കുകയുള്ളൂ. പ്രയോറിറ്റി എപ്പോഴും, ഒരു ഭക്തൻ്റെ പ്രയോറിറ്റി എപ്പോഴും, അതായത് പ്രാധാന്യം എപ്പോഴും ഭഗവതിക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാവുന്നതാണ്. പറഞ്ഞു വരുന്നത്, ആ ഒരു മനുഷ്യരുമായിട്ടുള്ള ഒരു അടുപ്പം എന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ മോഹം, അദമ്യമായിട്ടുള്ള മോഹമാണ്, ആ ഒരു അറ്റാച്ച്മെൻ്റാണ്. അത് വരാതെ അത് ഭഗവതിയിലേക്ക് തിരിച്ചു വരണം. ഇത് നമ്മളുടെ ചിന്തകൾക്കപ്പുറത്തുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ദേവീദേവതമാർ. നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, എന്ത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറത്ത് എന്താണെന്ന് അറിയാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് സദാസമയവും നമ്മൾ ചിന്തിക്കുക, നമുക്ക് മനസ്സിലിപ്പോൾ ദേവിയെ ആരാധിക്കാൻ പോകണം, കുറച്ച് ധ്യാനം ചെയ്യാൻ, ഭഗവതിയെപ്പറ്റി ചിന്തിച്ചിരിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് മാനസ പൂജ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആ സമയത്താണ് വീട്ടിലെ മറ്റുള്ള ആൾക്കാർ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ വിളിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ
മനസ്സിലെന്ത് ചിന്തിക്കുന്നു, മനസ്സിലെന്ത് ജപിക്കുന്നു, ഇതാരും അറിയുന്നില്ല. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മനസ്സിൽ മറ്റു ചിന്തകൾ വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ്ലി ഈ ഭഗവതിയുടെ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് വരും. അപ്പോൾ തുടക്കത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഭദ്രകാളിയെ, അമ്മയെ കാളി രൂപത്തിൽ കണ്ട് ആരാധിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭഗവതിയുടെ ആ കാളി രൂപം തന്നെയാണ് ഇഷ്ടവും. ഒരുപാട് ആൾക്കാർക്ക് എളുപ്പവുമാണ്, അമ്മ പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ്. പക്ഷെ അമ്മയെ പെട്ടെന്ന് നമ്മളിതുപോലെ മാനസപൂജയൊക്കെ ചെയ്യുമ്പോഴും അമ്മയെപ്പറ്റി കൂടുതൽ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോഴും, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഓം ജയന്തി, മംഗള കാളി, ഭദ്രകാളി, കപാലിനി, ദുർഗാ ക്ഷമാ ശിവ ധാത്രി സ്വാഹ സ്വധാ നമോസ്തുതേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഭഗവതിയുടെ അഷ്ടോത്തര ശതനാമാവലി, ഇതൊക്കെ സ്ഥിരം നമ്മൾ വായിക്കുമ്പോഴും വായിക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴും ഭഗവതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ പരീക്ഷണങ്ങൾ എന്നത് ചെറിയ ലെവലൊന്നും അല്ല. അമ്മയുടെ പരീക്ഷണങ്ങൾ എന്നത് നമ്മളെ ഇമോഷണലി പിടിച്ചു കുലുക്കും. ഭയങ്കരമായിട്ട് നമ്മുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ടാണ് ഈ പിടിച്ചു കുലുക്കുന്നത്. ഞാൻ പറയുമ്പോൾ നമ്മുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ടാണ് അത്. ആ ശക്തിയെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ശക്തി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അത് നമ്മളെ നന്നായി ആ ശക്തി പരീക്ഷിക്കുന്നതുമാണ്. അതിൽ നിങ്ങളുടെ വിജയം എങ്ങനെയാണ്? ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നുണ്ടോ? അതായത് നിങ്ങളിങ്ങനെ ധ്യാനം, നിങ്ങളുടെ എല്ലാ ജോലിയും തീർത്തിട്ടായിരിക്കാം നിങ്ങൾ ഭഗവതിയെ ധ്യാനം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വീട്ടുകാരുടെ തടസ്സം വന്നു എന്ന് വരാം. അതായത് ഇവളിങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഈ 1 മണിക്കൂറൊക്കെ ഈ പൂജാ റൂമിലിരുന്ന് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചിലപ്പോൾ അത് ചില പരീക്ഷണങ്ങൾ അങ്ങനെ വരും. വീട്ടിൽ ചില കലഹങ്ങൾ വന്നു ചേരുക, പരീക്ഷണമാണത്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നെന്ന് നോക്കാനായിട്ട് വലിയ ശക്തികളെ നമ്മൾ ഉപാസിക്കുമ്പോഴും, അതായത് അതിൻ്റേതായിട്ടുള്ള രീതികളിൽ ഉപാസിക്കുമ്പോഴും ചിലപ്പോൾ നല്ല പരീക്ഷണങ്ങൾ വരും. ജീവിത പങ്കാളി നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ വരിക, അതുപോലെ കുട്ടികളുമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ അപമാനം എന്തെങ്കിലും വന്നു ചേരുക, എന്തെങ്കിലും ഒരു ആൾക്കാർ നമ്മളെപ്പറ്റി പറയുന്നത് കേൾക്കേണ്ടി വരിക. എങ്ങനെ പ്രതികരിക്കുന്നു, അതായത് എന്നെ പഴിചാരുന്നുണ്ടോ ഈ ഒരു പരീക്ഷണത്തിൽ? അപ്പോൾ നമുക്ക് തോന്നും ഞാൻ ഈ ഒരു ഭഗവതിയെപ്പറ്റി സദാസമയം ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ എനിക്കിങ്ങനെ പേരുദോഷം വന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇത്രയും നാൾ നല്ലതായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അടികൂടാൻ തുടങ്ങിയത്. ഇതൊക്കെ അറിയാതെ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്. ഉഗ്രശക്തികളെയൊക്കെ ആരാധിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും തരത്തിൽ വരും. പലതും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പോകുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ഓറ എന്നത്, നമ്മുടെ ഒരു പ്രഭാവലയം എന്നത് സ്ട്രോങ് അല്ലെങ്കിൽ പലരെയും നമ്മൾ കണ്ടുമുട്ടുകയും പലതരത്തിലുള്ള സംഭാഷണങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊരു എനർജിക്കൊക്കെ അനുസരിച്ചിട്ടും നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദേവി ആരാധനയൊക്കെ കടക്കുമ്പോൾ ദേവി എന്താണ് ചെയ്യുന്നത്? ആസുര ശക്തികളെ നശിപ്പിക്കുക എന്ന കാര്യമാണ് ഭഗവതി ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി ആദ്യം പുറത്തു പോകും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയും പോകാൻ തുടങ്ങും എന്നത് മറ്റൊരു കാര്യമാണ്. അത് പലർക്കും മനസ്സിലാവാറില്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ, ഞങ്ങളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു വർഷം വല്ലാതെ വഴക്കിട്ടു, പിന്നെ അത് ശരിയായി വന്നു. പക്ഷെ ആദ്യം ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് എന്നത് പലരും ചിന്തിക്കാറുമില്ല. ഇതാണ് കാര്യം. ആ വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റിയും ഭഗവതി കളയും. അത് ഒരു പ്രോസസ്സാണ്. പെട്ടെന്നൊരു ദിവസം അതങ്ങോട്ട് പോവുകയല്ല. പക്ഷെ പതുക്കെ പതുക്കെ അത് മുഴുവൻ നെഗറ്റിവിറ്റിയും ഭഗവതി ആദ്യം തുടച്ചു നീക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നെഗറ്റിവിറ്റി എന്ത്? ഈ ഒരു മാനസപൂജ ചെയ്യുന്ന, അതായത് ഭഗവതിയെപ്പറ്റി എപ്പോഴും ചിന്തിക്കുന്ന, എപ്പോഴും സദാസമയവും നമ്മൾ ഭഗവതിയോട് പറയേണ്ടത് തന്നെ അങ്ങനെ തന്നെയാണ്. അതായത് എൻ്റെ ബുദ്ധിയിലും മനസ്സിലും എൻ്റെ സകല ഇന്ദ്രിയങ്ങളിലും, എൻ്റെ മനസ്സിലും ചിന്തകളിലും എൻ്റെ പ്രവൃത്തിയിലും ഞാനെടുക്കുന്ന തീരുമാനങ്ങളിലും എൻ്റെ സംസാരത്തിലും എല്ലാം ഭഗവതി ഉണ്ടായിരിക്കണം എന്നത്. അപ്പോൾ നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പേഷ്യൻസിന് എത്രമാത്രം ഹീലിംഗ് കിട്ടുമെന്നറിയാമോ? ഇത് തന്നെയാണ് ഓരോ പ്രൊഫഷനിലുള്ളവരും. ജ്യോതിഷത്തിലൊക്കെ ആണെങ്കിലും നമ്മളും ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ ജാതകവും നോക്കുന്നത്. എന്താണോ ആ വ്യക്തിക്ക് കൊടുക്കാനുള്ളത് അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ, നമ്മുടെ നാവിൽ വന്നിരുന്ന് അത് പറഞ്ഞു കൊള്ളണമേ എന്ന് ആവാഹിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ വിശ്വാസം എന്നത് ഒന്നും ഞാനല്ല പറയുന്നത് എന്ന് തന്നെയാണ്. എൻ്റെ അറിവോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു ലൈഫ് ചേഞ്ചിങ് അഡ്വൈസ് ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭഗവതി കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ആ കാമക്രോധം അങ്ങനെയുള്ള ആ ഒരു ഷഡരിപുക്കളിലെ മതം, മോഹം, മാത്സര്യം ഉള്ള കാര്യങ്ങളെ നശിപ്പിക്കുക എന്നാണ്
ഈ ദേവി ആരാധനയിൽ ദേവി ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആസുര ശക്തികളെ നശിപ്പിക്കുക എന്നത്. നമ്മുടെ കുണ്ടലിനിയിലാണ്, നമ്മുടെ ഏറ്റവും താഴെയുള്ള ചക്രത്തിലാണ് ഈ പറയുന്ന കാമം പോലെയുള്ള ഒരുപാട് നമ്മുടെ ലസ്റ്റ്, ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് ഈ ഒരു കുണ്ടലിനി എന്നത്, അതും ശക്തി തന്നെയാണ്, ഭഗവതി തന്നെയാണ്, കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ കുണ്ടലിനി ദേവി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ചക്രം ആക്ടിവേറ്റ് ആവുന്നത് തന്നെ ഭഗവതിയെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോൾ, അതായത് സദാസമയവും നമ്മൾ ഭഗവതിയെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് ഈ എനർജി നമ്മൾ അറിയുന്നതും, ഈ കുണ്ടലിനി ശക്തി എന്താണെന്ന് നമ്മൾ അറിയുന്നതും, ഈ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആകുന്നതും. പിന്നീട് നമുക്ക് ഉയർച്ച തരും. പക്ഷേ വളരെയധികം ദേവി ആരാധന ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് ക്രോധം വരുന്നത് നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. ലോഭം, മോഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ആയിരിക്കും. എന്നാലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാമം എന്നത്, ലസ്റ്റ് എന്നത്. അതൊരുപാട് പരീക്ഷണങ്ങൾ തരും. അതായത് എന്നെക്കാളും ഇഷ്ടം ഈ വ്യക്തിയോടാണോ, അതായത് ഭഗവതിയുടെ പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. ആ ഒരു കുണ്ടലിനി എനർജി ആക്ടിവേറ്റ് ആകുമ്പോഴും ഭക്തന്മാർക്കും, മറ്റ് ധ്യാനം മെഡിറ്റേഷനൊന്നും ചെയ്യാത്ത ആൾക്കാർക്കും, നല്ല ഭക്തന്മാർക്കാണെങ്കിലും ഈ ചക്രങ്ങൾ മന്ത്രജപങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഭക്തി കൊണ്ടും ഈ ചക്രങ്ങൾ ആക്ടിവേറ്റ് ആകുന്നതാണ്. കാരണം ഒരുപാട് ജന്മങ്ങളിലൂടെ നിങ്ങൾ ഈ ഭക്തി ചെയ്തു വരുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് ഈ ജന്മത്തിൽ അത് ആക്ടിവേറ്റ് ആകുന്നതുമാണ്. അതൊരു നല്ല അനുഭവമാണ്. അപ്പോൾ മറ്റുള്ളവരോട് നമുക്ക് കരുണയും സ്നേഹവും ഒരു തുറന്ന മനസ്സും ഒക്കെ ഉണ്ടാവുന്നത് ആ ഭഗവതി നമ്മുടെ അനാഹത ചക്രം തുറന്നു തരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കരുണയും വാത്സല്യവും അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരാനും മറ്റു ജീവജാലങ്ങൾക്കും നല്ലത് വരാനുമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിരിക്കും. അപ്പോൾ ദേവിയെ അടുത്തറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിലെ, നമ്മളെപ്പോഴും പുറത്തുള്ള ശത്രുവിനെ നശിപ്പിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരുപാട് ശത്രുക്കൾ ഉള്ളവരാണ് ഈ ഒരു ദേവി ആരാധന, അതായത് ദേവിയെ ധ്യാനിക്കാൻ പോകുന്നതെങ്കിൽ, അതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ, അതായത് പുറമേയുള്ള ആളെ ശത്രുവിനെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ ആയിരിക്കും ഭഗവതി നശിപ്പിച്ചു തരുന്നത്. അതായത് നീ ഇങ്ങനെ ചിന്തിക്കുന്നതേ ശരിയല്ല, എല്ലാവരുടെ ഉള്ളിലും ശക്തിയായിട്ട് ഞാൻ തന്നെ വസിക്കുന്നുണ്ട്, എല്ലാവരുടെ ശ്വാസനിശ്വാസങ്ങളിലും ഞാനുണ്ട്, എല്ലാവരുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിലും ഞാനുണ്ട്. ഓരോ വ്യക്തിയുടെ ആ ഒരു നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ബലം പോലും, എല്ലാ കമ്മ്യൂണിക്കേഷനും, എല്ലാ ന്യൂറോൺസ് തമ്മിലുള്ള, നെർവ് സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും നടത്തുന്നത് ഞാൻ തന്നെയാണ്. ഭഗവതിയുടെ ഈ ഒരു ശക്തിയെ, ഈ ഒരു പവറിനെ, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നു, നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് പ്രവർത്തിക്കുന്നു, ഇതിനെല്ലാം പ്രവർത്തിക്കാനുള്ള ശക്തി എന്നത് ഭഗവതി തന്നെയാണ് തരുന്നത്. അപ്പോൾ പുറമേയുള്ള ശത്രുവിനെ നശിപ്പിക്കുന്നതല്ല ആദ്യം ചെയ്യുന്നത് ഭഗവതി, നമ്മുടെ ഉള്ളിൽ ആ ദേവി തത്വത്തെ ഉണർത്തിത്തരുക എന്നതാണ് ഭഗവതിയുടെ ഭക്തന്മാരിൽ ഭഗവതി ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത് നല്ല ഭക്തിയുള്ളവർക്കാണ്. കാരണം ഇതുപോലെ സ്നേഹിച്ച് മറ്റാരെക്കാളും, അതായത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല, ഞാൻ നിലനിൽക്കുന്നില്ല, എൻ്റെ സ്ഥാനം എന്നത് ആ ചരണങ്ങളിലാണ്. എനിക്ക് ശരിക്കും ഭഗവതിയുടെ മുഖം പോലും ഓർമ്മയില്ല. കാരണം എൻ്റെ നോട്ടവും എൻ്റെ ആ ഒരു സ്ഥാനവും ചരണങ്ങളിൽ മാത്രമാണ്. ആ ചരണങ്ങൾ കണ്ട ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ഇങ്ങനെ ഭഗവതിയെ, അതായത് നിരന്തരം സംഭാഷണം നടത്തണം നമ്മുടെ ഇഷ്ടദൈവങ്ങളോട്. ഞാനിവിടെ ഭഗവതിയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നിരന്തരം സംസാരിക്കണം, മനസ്സിലിരുന്ന്. അതിനാണ് ഞാൻ ധ്യാനം എന്ന് പറയുന്നത് തന്നെ. എന്താണ്, ഒരു വീട്ടിലിരുന്ന് ധ്യാനം ചെയ്യാമെന്ന് പറയുന്നതിന് നിങ്ങളുടെ മനസ്സിൽ ആ ഭഗവതി വരുന്നതായിട്ടും ഈ പറയുന്ന മാനസപൂജയൊക്കെ ചെയ്ത് ഭഗവതിയുമായിട്ട് അങ്ങനെ സംസാരിക്കുക. നമ്മൾ ആവശ്യപ്പെടരുതൊന്നും. നമ്മളിങ്ങനെ എനിക്ക് അത് വേണം, ആ പോസ്റ്റ് വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കണം എന്നൊന്നും ആവശ്യപ്പെടാതെ നിങ്ങൾ ആ ഭഗവതിയോട് സാധാരണ സംസാരിക്കും, കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഇന്നത് ശരിയാക്കി തരണം, നേടിത്തരണം എന്ന് പറയണ്ട. കാരണം അത് പറയാതെ തന്നെ അറിയുന്നതാണ് ഭഗവതിക്ക്. സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, അതായത് ഒരുപക്ഷെ മറ്റെല്ലാവരും എണീക്കുന്നതിന് മുന്നേ രാവിലെ എണീച്ചിട്ട് ശുദ്ധമായിട്ട്, ഇനി അഥവാ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പ്രയാസം കാരണം നിങ്ങൾക്ക് രാവിലെ എണീറ്റിട്ട് കുളിക്കാൻ ഒരു സമയം സൗകര്യമില്ലെങ്കിൽ അതും പ്രശ്നമില്ല. നന്നായിട്ട് കൈയും കാലും ഒക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത്
നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ മാറ്റി വയ്ക്കുക. ഒരു ഫ്രഷ് ആയിട്ടുള്ള വസ്ത്രമെങ്കിലും. ചെവിയൊക്കെ കഴുകി വൃത്തിയാക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് ഭഗവതിയെ ധ്യാനിക്കാം. കാരണം ശുദ്ധി എന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് പ്രധാനം. പിന്നെ ഈ ഒരു എത്ര സമയം വരെ നിങ്ങൾക്കിരിക്കാം ഈ ഭഗവതിയുമായിട്ട്, എന്താ പറയുക, അതൊരു സല്ലാപം പോലെ പലതും സംസാരിക്കാം. കൂട്ടുകാരിയായിട്ട് കാണാം, ഭഗവതിയെ ഊഞ്ഞാലാട്ടാം, ഭഗവതിക്ക് ആഹാരം, ഭഗവതിക്ക് നിവേദ്യം വാരിക്കൊടുക്കാം, ഭഗവതിയെ അണിയിച്ചൊരുക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭഗവതിയോട് സല്ലപിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അതിൽ ഫോക്കസ് ഉണ്ടാവണം. നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ശ്രദ്ധ ആ ഭഗവതിയുമായിട്ടുള്ള ആ ഒരു ഇതിലായിരിക്കണം. ഇത് നോർമൽ ലെവലിലുള്ള ഭക്തിയാണ്. ഇതിൽ നിങ്ങൾക്കൊരു ദോഷം വരാനോ ഒന്നുമില്ല. മറ്റെല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കുണ്ടലിനി അവൈക്കനിങ് ചെയ്യുന്നത്, സഹസ്രാര ചക്രത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സൊക്കെ ഒരു ഗുരുവിൻ്റെ കീഴിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഭക്തി എന്നത് സ്നേഹമാണ്, പ്രേമമാണ്. ആ ആരാധ്യ ദൈവത്തോട് നമുക്കുള്ള സമർപ്പണം, സ്നേഹം പ്രകടിപ്പിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് അതിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ആഗ്രഹപൂർത്തിയും കൊണ്ടുതരുന്നതാണ്. നമുക്ക് ചോദിക്കുന്നതിനും തെറ്റില്ല. നമ്മൾ കുറേ അടുപ്പമായി കഴിഞ്ഞിരിക്കുന്നു. സദാസമയവും നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോഴും ഓഫീസിലേക്ക് ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴും സദാസമയവും നമ്മുടെ മനസ്സിൽ ഈ ഭഗവതി വരുന്നുണ്ടെങ്കിൽ നമുക്കിടയ്ക്ക് നമ്മുടെ കാര്യങ്ങളും പറയാം. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ എന്താണ് ഭഗവതി ഉദ്ദേശിക്കുന്നത്? എനിക്ക് നല്ല മാർഗം കാണിച്ചു തരില്ലേ? അങ്ങനെയുള്ള സംഭാഷണങ്ങളാകാം. പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ അങ്ങനെ തുറന്ന് പറയരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്നത് ഞാൻ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ വീഡിയോകളിലാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അതായത് ഭഗവാൻ ശിവനെയും ഭഗവതിയെയും ഒക്കെ ആരാധിക്കുമ്പോൾ അവർ പെട്ടെന്ന് ആഗ്രഹം നടത്തിത്തരുന്ന ഭഗവാനാണ് ഭഗവതിയും. പക്ഷേ അതായത് ഒരു പെൺകുട്ടി പറയുകയാണ്, എന്ന വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കണം, എന്നിട്ട് എപ്പോഴും പറയാണ് ഭഗവതിയുടെ മുന്നിൽ പോയിട്ട്. അപ്പോൾ ഭക്തയാണ് ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. പക്ഷേ എത്രമാത്രം ഈ ഒരു വിവാഹ ജീവിതത്തിൽ ആ കുട്ടിക്ക് സുഖം കിട്ടും എന്നുള്ളൊരു കാര്യം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ ആൾക്കാർ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥന നടത്തിയിട്ടും അല്ലെങ്കിൽ നേർച്ചയൊക്കെ നേർന്നിട്ടും കല്യാണം കഴിച്ചിട്ട് പിന്നീട് ഈ പ്രണയത്തിലുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് അതുപോലെയല്ല ആൺകുട്ടിയുടെ പെരുമാറ്റവും ഇവരോടുള്ള സമീപനവും ഒന്നും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദുഃഖിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇത് തന്നെയാണ് പുരുഷന്മാരുടെ കാര്യത്തിലും പലതും. നമ്മൾ ഇന്നത് വേണമെന്ന് പറയുമ്പോൾ വളരെയധികം ചിന്തിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആവശ്യപ്പെടേണ്ടത് എന്താണോ എൻ്റെ നന്മയ്ക്കായി ഭവിക്കുന്നത് അത് നടത്തിത്തരണം. പക്ഷേ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ ഉണ്ടാകണം, എനിക്ക് ശക്തി പകരണം, എൻ്റെ കൈ പിടിച്ച് നടത്തണം. അങ്ങനെ എപ്പോഴും പറയണം. ഈ പറയുന്നത് പോലെ ഈ ഒരുപാട് ബഹിർമുഖന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കൂട്ടത്തിൽ ഒരുപാട് അതായത് ആ ഒരു ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ വീട്ടിലിരുന്നാലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോയാലും ഫുൾ ടൈം മറ്റു കാര്യങ്ങളുമായിട്ട് ബിസിയാണ്. ഒരു സെക്കൻഡ് പോലും ഭഗവതിയെ പറ്റി അല്ലെങ്കിൽ ഇഷ്ടദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. സബ് കോൺഷ്യസ്ലി പോലും ചിന്ത വരുന്നില്ല. മറ്റു പല കാര്യങ്ങളാണ്. അതായത് ആസക്തി എന്നത് മറ്റു പല കാര്യങ്ങളിലുമുണ്ട്. പക്ഷേ ഒരു ആരാധന എന്നത് രാവിലെ ഒരു സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു സമയത്ത് ചെയ്യുന്നു. കൂടാതെ സത്സംഗം കാര്യങ്ങളിൽ പോകുന്നു. അവിടെയും പ്രസംഗവും കാര്യങ്ങളും അതുപോലെ എഴുത്തും എല്ലാം ഉണ്ടാകുമായിരിക്കും. തീർച്ചയായിട്ടും പുണ്യം കിട്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഭഗവതി വന്നിരുന്നിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു ആനന്ദം, പരമാനന്ദം എന്നത് അത് അന്തർമുഖന്മാർക്ക് മാത്രമേ ഉണ്ടാവൂ. അത് ഇങ്ങനെ ഒരുപാട് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക്, ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നവർക്ക് അവർക്കുണ്ടാവില്ല. അന്തർമുഖന്മാരിലാണ് ഏത് ദൈവവും, ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിലും അതുപോലെ ആരാണെങ്കിലും, ഭഗവാൻ ശിവനാണെങ്കിലും ആ ഒരു നമ്മളിൽ തന്നെ അവരുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മൾ കുറേ കൂടി ഉൾവലിഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ. നമ്മളിൽ പലർക്കും ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാനും കഴിയില്ല. എല്ലാവർക്കും ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ആൾക്കൂട്ടത്തിലും നമുക്ക് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും ഇടയിലുള്ള ഒരു സമയമുണ്ടല്ലോ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നത്, നമ്മൾ എന്ത് മന്ത്രം അല്ലെങ്കിൽ നാമം ജപിക്കുന്നു എന്നത് പുറമെയുള്ള ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് കഴിയുന്നതും വേണ്ടാത്ത ഫങ്ഷൻ, വേണ്ടാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വിഡ്രോ ആക്കി നിർത്തിയിട്ട് ഒറ്റയ്ക്കുള്ള പരമാവധി സമയങ്ങൾ ഇഷ്ടദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും
നടക്കുകയാണെങ്കിൽ, നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും, നിങ്ങൾ യോഗ ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാം സബ് കോൺഷ്യസ്ലി ആ ഒരു രൂപം, സ്മരണ എന്നത് തന്നെ, ആ ഒരു സ്മൃതിയിൽ നിങ്ങളുടെ ഇഷ്ടദൈവം ഉണ്ടാവുന്നത് എന്ന് തന്നെ വലിയ ആരാധനയാണ്. നിങ്ങൾക്ക് നാമം ഉള്ളിൽ ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരു സ്മരണയിൽ ആ ഒരു രൂപം ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. ഇതിനെപ്പറ്റി കുറച്ചുകൂടി പറയുമ്പോൾ നമ്മൾ ഇത് ഒരു ഇനീഷ്യൽ ലെവലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഈ ദേവിയെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ദേവിയും നിരാകാരമാണ്. ദേവിക്കും സ്വരൂപങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുത്വാകർഷണ ബലമായിക്കോട്ടെ, എവിടെയൊക്കെ ബലം, ശക്തി, ബുദ്ധിശക്തി, ചിന്താശക്തി, ശരീരത്തിൻ്റെ ബലം, കായാശക്തി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോൾ ആ ശക്തി എന്നത് തന്നെ അതിനെന്താണ് രൂപമുള്ളത്? ആ ശക്തിക്ക് രൂപമുണ്ടോ? പക്ഷെ നമ്മൾ ഭക്തന്മാർക്ക് ഇനീഷ്യൽ ലെവലിൽ ഒരു രൂപത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾക്കതൊരു സങ്കല്പം, നമുക്കൊരു ഇഷ്ടവുമാണ്. നമ്മുടെ ആ ഒരു സങ്കല്പങ്ങളിൽ എപ്പോഴും ആ ചിത്രം മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ കുറേ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ശക്തിയുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ ഒക്കെ കൂടുതൽ വർദ്ധിക്കുന്നതും, അതുപോലെ എന്താ പറയുക, നമുക്ക് പല കാര്യങ്ങളും അറിയാൻ കഴിയും. ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ മനുഷ്യനെ, ആ വ്യക്തിക്ക് എത്രമാത്രം പോസിറ്റിവിറ്റി ഉണ്ട്, എത്രമാത്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ആരൊക്കെയാണ് നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസിലുള്ളത്, ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാവാനും തുടങ്ങും. പല അനുഭവങ്ങളും ഭഗവതി തരും. പിന്നെ ഈ തരുന്ന അനുഭവങ്ങളും നമ്മൾ സീക്രട്ടാക്കി തന്നെ വയ്ക്കണം, നമ്മൾ സ്വകാര്യമാക്കി വയ്ക്കണം. തീർച്ചയായിട്ടും അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ കുറേയൊക്കെ ഇത് നമ്മൾ മനസ്സിലാക്കുക. ശക്തി എന്നത് തന്നെ ദേവിയാണ്. എവിടെയൊക്കെ ശക്തിയുണ്ടോ, അതായത് നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നു, സ്വന്തമായിട്ടൊരു ശ്വാസം പോലും ഉള്ളിലേക്ക് എടുക്കണം എന്ന് വിചാരിച്ചാൽ എടുക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. അവസാനമായിട്ട് നമുക്ക് ഇത്ര ശ്വാസം ഈ മനുഷ്യന് അല്ലെങ്കിൽ ഈ വ്യക്തിക്കുണ്ട് ഈ ഒരു ജന്മത്തിൽ എന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അവസാനത്തെ ശ്വാസം എത്തുമ്പോൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ എത്ര വിചാരിച്ചാലും ഒരു ശ്വാസം കൂടി ഉള്ളിലോട്ട് എടുക്കാൻ കഴിയില്ല നമ്മളെക്കൊണ്ട്. അതാണ് ശക്തി. ഭഗവതി അത് തന്നെയാണ്. ഭഗവതി നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ശക്തിയും നമ്മുടെ പ്രാണശക്തി അതെല്ലാം ഉള്ളത് ഭഗവതി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ്. ഇത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ശങ്കരാചാര്യരുടെ കഥ എനിക്ക് ഓർമ്മയില്ല. എന്നാലും ശങ്കരാചാര്യർ ഇതുപോലെ താന്ത്രികമായിട്ടുള്ള ആൾക്കാരോടുള്ള ഒരു തർക്കത്തിന് വന്നപ്പോൾ അസുഖം വന്ന് കിടന്നു പോയിരുന്നു. അപ്പോൾ ആ സമയത്തും ഭഗവതി തന്നെയാണ് വന്നിട്ട് ആ ഒരു ശക്തി പകർന്നു കൊടുത്തതും ആ ഒരു ശങ്കരാചാര്യർക്ക് ആ ബോധോദയം ഉണ്ടായതും. അതായത് ശക്തിയില്ലാതെ ശിവനും ശവമാണ് എന്നുള്ളൊരു കാര്യം ശങ്കരാചാര്യർ അറിഞ്ഞതും പിന്നീട് അദ്ദേഹം ദേവിയെപ്പറ്റി വർണ്ണിച്ചെഴുതിയതും. ഇവർ രണ്ടല്ല, ശിവനും ശക്തിയും രണ്ടല്ല, ഇവരൊന്നാണ്. പറഞ്ഞു വരുമ്പോൾ സഹസ്രാര ചക്രത്തിൽ ശിവനുണ്ട്, കുണ്ടലിനിയിൽ ഭഗവതി ശക്തിയുണ്ട്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ശക്തി ശിവനുമായി ചേർന്നിരിക്കാനുള്ള നമ്മുടെ ഒരു നിരന്തര പ്രയത്നം, പല മന്ത്രജപങ്ങളിലൂടെ, സാധനകളിലൂടെ. അതിലേറ്റവും നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ധ്യാനം ചെയ്താലും ആ ശിവശക്തി സംയോജനത്തിനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് നല്ലതാണ്. അതിന് നല്ലൊരു ഗുരുവിൻ്റെ സഹായം വേണം. എന്നാലും പല ജന്മങ്ങളിൽ ഇത് ചെയ്യുമ്പോഴാണ് ആ സംയോഗം സംഭവിക്കുന്നതും. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. പല മാർഗ്ഗങ്ങളുണ്ട്. എന്നാലും ഭക്തി മാർഗം എന്നത് എളുപ്പവുമാണ്. നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രാരാബ്ധം ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങൾ നല്ല ചിട്ടയോടുകൂടി ഞാനിങ്ങനെ 1 മണിക്കൂർ ഭഗവതിയെ ധ്യാനിച്ചിരിക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരുന്നത്. ശരിക്കും ആ നെഗറ്റീവ് എനർജി ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ വന്ന് ചേരും വീട്ടിൽ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക അസുഖവും കാര്യങ്ങളും എല്ലാം. പിന്നെ അസുഖം മാറിയിട്ട് വീണ്ടും നമ്മൾ ഭഗവതിയെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, നാമജപങ്ങളും അഷ്ടോത്തരങ്ങളൊക്കെ ചൊല്ലാനൊക്കെ തുടങ്ങുക. ലളിതാ സഹസ്രനാമമായാലും മഹിഷാസുരമർദ്ദിനി സ്തോത്രമായാലും ഒക്കെ വായിക്കാവുന്നതാണ്. നമുക്ക് സംശയം പാടില്ല. ശരിക്കും ഏത് നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികൾ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോഴും നമുക്ക് അസുഖങ്ങളൊക്കെ വരും. അപ്പോഴും നമ്മുടെ വിശ്വാസം മുഴുവനും ഇത് മാറിയിട്ട് ഞാനിത് തുടരും, വീണ്ടും എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇനി ഈ തടസ്സവും മറികടന്നിട്ടും ഞാൻ ഭഗവതിയെ ആരാധിക്കും. ആ ഒരു ഉറച്ച വിശ്വാസം വേണം. പേടിച്ചോടരുത്. ഭക്തന്മാർ ഭയങ്കര ധൈര്യമുള്ളവരാണ്. ഭീരുക്കളായവർക്ക് ഭക്തന്മാർ ആകാനും കഴിയില്ല. കാരണം ഭക്തൻ്റെ മാർഗം എന്നത് പ്രയാസങ്ങളും കഷ്ടവും ഒക്കെ ഉള്ളത് തന്നെയാണ്. വിശ്വാസം മുറുകെ പിടിച്ചിട്ടാണ് ഓരോ ഭക്തനും ഭക്തയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ
ഒരു ഗുരു ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ്. ഗുരു ഉള്ളവർ വലിയ ഭാഗ്യവാന്മാർ തന്നെയാണ്. അതില്ലാത്തവരും ഇങ്ങനെ പലതരം അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ആ ശക്തി ലഭിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയായിരിക്കും എൻ്റെ വാർദ്ധക്യം, എന്താവും എൻ്റെ അവസ്ഥ എന്നുള്ള ആകുലതകളും അതുപോലെ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ശക്തി ഉണ്ട് എന്നുള്ള തിരിച്ചറിവും ആ ശക്തിയോടുള്ള നമ്മുടെ സ്നേഹവും ആരാധനയും നമ്മളെ ഒരുപാട് രക്ഷിക്കുന്നതാണ്. അത് ഉറപ്പാണ്. ശരിക്കും അത് ഭഗവതിയുടെ ആരാധനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ അമ്മയെക്കുറിച്ച് ഭഗവതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പലതും പലർക്കും അറിയുന്ന കാര്യങ്ങളാണ്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അറിവുകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.